നമസ്കാരം. ഇന്നത്തെ വാരഫലത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 9 വരെയുള്ള ഈ ആഴ്ച കന്നി ജീവിതത്തിൽ ചില നിർണായക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സമയമാണ്. ചിലർ ഏറെ നാളായി കാത്തിരുന്ന അവസരങ്ങൾ ഈ ദിവസങ്ങളിൽ തുറന്നു വരാം. ചിലർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനൊടുവിൽ വലിയ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഈ ആഴ്ചയുടെ ഗ്രഹനില നിങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഓരോ തീരുമാനവും സൂക്ഷ്മമായി എടുക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മനസ്സിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ ആശയക്കുഴപ്പങ്ങളെ മറികടക്കാൻ നിങ്ങളുടെ വിവേകവും ക്ഷമയും നിങ്ങളെ സഹായിക്കും. ആരുടെയും വാക്കുകൾ കേട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കാതിരിക്കുക. ഓരോ കാര്യവും 2 തവണ ആലോചിച്ചാൽ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറെ നാളായി തടസ്സപ്പെട്ടിരുന്ന ഒരു കാര്യത്തിന് ഈ ആഴ്ച അനുകൂലമായ വഴിത്തിരിവ് ലഭിക്കാൻ സാധ്യത കാണുന്നു. തൊഴിലിലും ജോലിയിലും ഈ ആഴ്ച വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ടു പോകേണ്ട സമയമാണ്. ഓഫീസിൽ നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഈ വാരം നിങ്ങൾക്കുണ്ടാകും. മേലധികാരികളിൽ നിന്ന് ഈ വാരം പ്രശംസ ലഭിക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാം. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ വാരം നല്ല വാർത്ത ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. സ്വകാര്യ മേഖലയിലുള്ളവർക്ക് ശമ്പള വർധനവോ സ്ഥാനക്കയറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളോ ഈ വാരം നടക്കാം. സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കേണ്ടത് ഈ വാരം ആവശ്യമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനുള്ള അവസരം ഈ വാരം കാണുന്നു. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ ഈ വാരം സാധ്യത കൂടുതലാണ്. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആലോചിക്കുന്നവർ വിദഗ്ധരുടെ അഭിപ്രായം തേടിയ ശേഷം മാത്രം ഈ വാരം തീരുമാനമെടുക്കുക. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഈ ആഴ്ച സാമ്പത്തിക നില കൂടുതൽ ശക്തമാകും. കുടുംബ ആവശ്യങ്ങൾക്കായി ചില വലിയ ചെലവുകൾ ഈ വാരം വന്നു ചേരാം. അതൊന്നും വലിയ പ്രതിസന്ധിയാകാൻ വഴിയില്ല. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടും. അകന്നിരുന്ന ബന്ധുക്കളുമായി വീണ്ടും നല്ല ബന്ധം സ്ഥാപിക്കാൻ ഈ വാരം നിങ്ങൾക്ക് അവസരം ലഭിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം ഈ വാരം നിങ്ങൾക്ക് വലിയ ശക്തിയാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ വാരം നല്ല ആലോചനകൾ വന്നു ചേരാം. ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായാലും തുറന്ന് സംസാരിച്ച് അത് എല്ലാം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വീട്ടിൽ ഒരു മംഗളകർമ്മത്തെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. പ്രണയബന്ധത്തിലുള്ളവർക്ക് ഈ ആഴ്ച അനുകൂലമായി കാണുന്നു. പരസ്പര വിശ്വാസം കൂടുതൽ ശക്തമാകുന്നതായി ഈ വാരം കാണുന്നു. വിവാഹത്തിലേക്ക് ബന്ധം നീങ്ങാനുള്ള സാഹചര്യം ഈ വാരത്തിൽ ചിലർക്ക് വന്നു ചേരും. പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തു പറഞ്ഞ് തർക്കങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കുള്ളവർക്ക് പുതിയൊരു പരിചയം ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരാൻ സാധ്യത കാണുന്ന ഒരാഴ്ചയാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരാഴ്ചയാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വാരം നല്ല പുരോഗതി കാണാം. അധ്യാപകരുടെ പിന്തുണ ഈ വാരം നിങ്ങൾക്ക് ലഭിക്കും. സമയം പാഴാക്കാതെ ക്രമമായി പഠനം തുടരുകയാണെങ്കിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മികച്ച വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ അശ്രദ്ധ പോലും ഈ വാരം നിങ്ങൾ കാണിക്കരുത്. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ ചിലർക്ക് ഈ വാരം വന്നു ചേരാം. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. ദിവസവും ചെറിയ നടത്തമോ യോഗയോ ഉൾപ്പെടുത്തുന്നത് ഈ വാരം നിങ്ങൾക്ക് ഗുണം ചെയ്യും. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ഈ വാരം കാണുന്നു.
വിസ, പാസ്പോർട്ട്, ജോലി സംബന്ധമായ രേഖകൾ എന്നിവയിൽ ഈ വാരം പുരോഗതി കാണുന്നു. വിദേശത്ത് കഴിയുന്നവർക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്ത ഈ വാരം ലഭിക്കാം. ഗ്രഹനിലയുടെ സ്വാധീനം ഈ ആഴ്ച, ബുധന്റെ സ്വാധീനം നിങ്ങളുടെ ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കും. ഗുരുവിൻ്റെ അനുഗ്രഹം സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമാകും. ശനിയുടെ സ്വാധീനം കാരണം ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഈ വാരം ഉണ്ടായേക്കാം. അതിനാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുകയും ദൈവവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. ബുധനാഴ്ച ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നടത്തുന്നത് ഈ വാരം നല്ലതാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. വിദ്യാർത്ഥികൾ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഈ വാരം ശുഭഫലം നൽകും. പക്ഷികൾക്ക് ധാന്യം നൽകുന്നതും നല്ല ഫലങ്ങൾ ലഭിക്കും. ഈ ആഴ്ചയിലെ ഭാഗ്യദിനം ബുധനാഴ്ച. ഭാഗ്യനിറം പച്ച. ഭാഗ്യസംഖ്യ 5. ഈ ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു നല്ല സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യത കാണുന്നു. ചിലർക്ക് സാമ്പത്തിക നേട്ടം, ചിലർക്ക് തൊഴിൽ വിജയം, മറ്റു ചിലർക്ക് കുടുംബ സന്തോഷം എന്നിവ ലഭിക്കും. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ തുറന്നു കിട്ടും. വീഡിയോ ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കന്നിരാശിക്കാരനാണോ? കന്നിരാശിക്കാരനെയോ ആണെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം എഴുതൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ കൃത്യവും വിശദവുമായ വാരഫലം ദിവസവും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു മനോഹരമായ ആഴ്ച ആശംസിക്കുന്നു. നന്ദി.